ദാ ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ എല്ലാം ഒരുമിച്ച് പറിക്കാറാകുമ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വഴുതനങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തേച്ച് പുരട്ടി വെക്കണം. ഒരു 10-20 മിനിറ്റത്തേക്കിന് ഒന്ന് തേച്ച് പുരട്ടി വെക്കണേ. അപ്പം 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പരുവത്തിൽ കിട്ടും. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് എണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. വഴുതനങ്ങയ്ക്ക് അധികം വേവില്ല, അപ്പം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഈന്തപ്പഴം അത് കുരു കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അപ്പം അരച്ച് നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ വറുത്ത് വന്നപ്പം ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. അത്രയും വഴുതനങ്ങ വറുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് കടുകും ജീരകവും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ആ സമയത്ത് തന്നെ എല്ലാം നമ്മൾ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ജീരകവും കടുകിൻ്റെയും കൂടി പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിനും നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഇപ്പോഴാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി അടുത്തതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യം, എല്ലാം നന്നായിട്ട് വെന്തതാണ്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടില്ലായിരുന്നു, അപ്പം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വെന്താൽ മതി. അപ്പം നമുക്കിങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നാളെ കാണാം.